വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേയുള്ളൂ. സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. ഓർമ്മിക്കുക. വിശുദ്ധ ക്ലാരയുടെ ഓർമ്മ തിരുനാൾ അനുസ്മരിക്കുന്ന ഇന്നേ ദിവസം നമുക്കും ആ വിശുദ്ധയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 1193 ജനുവരി 20-ാം തീയതി ക്ലാര ജനിച്ചു. അസീസിയിലെ ഒരു കുലീന യോദ്ധാവായിരുന്ന ഫവേരിനോഷിഫോയുടെയും ഓർത്തലോനയുടെയും 3 പെൺമക്കളിൽ മൂത്തവളായിരുന്നു ക്ലാര. ജനനത്തിന് മുൻപ് തന്നെ തന്റെ മകൾ ഒരു ഉജ്ജ്വല പ്രതിഭയായിരിക്കുമെന്ന വെളിപ്പെടുത്തൽ അമ്മയായ ഓർത്തലോന അറിഞ്ഞിരുന്നു. ശരീര സൗന്ദര്യം, മനോജ്ഞമായ വ്യക്തിത്വം, സവിശേഷമായ ബുദ്ധിസാമർഥ്യം എന്നിവയുടെ ഉടമയായിരുന്നു ക്ലാര. 15 വയസ്സായപ്പോൾ മുതൽ നിരവധി വിവാഹാലോചനകൾ വന്നിരുന്നു. എന്നാൽ ദിവ്യകാരുണ്യ ഭക്തിയും പ്രാർത്ഥനാരൂപിയും പ്രായശ്ചിത്ത ചൈതന്യവും പുലർത്തിയിരുന്ന ക്ലാര ഈശോയെ ആത്മീയ മണവാളനായി വരിച്ചു കഴിഞ്ഞിരുന്നു. 1212 നോമ്പുകാലത്ത് അസീസി കത്തീഡ്രലിൽ വിശുദ്ധ ഫ്രാൻസിസ് ലോകവിരക്തിയെയും പരിഹാര മനോഭാവത്തെയും കുറിച്ച് പ്രസംഗിച്ചത് ക്ലാരയെ സ്പർശിച്ചു. അന്ന് വൈകുന്നേരം ക്ലാര പോർഷ്യാങ്കുല ദേവാലയത്തിലേക്ക് വീട്ടിലറിയാതെ പോന്നു. അവൾ ദേവാലയത്തിലെത്തി കത്തിച്ച മെഴുകുതിരിയുമായി പരിശുദ്ധാത്മാവെ വരിക എന്ന ഗാനം ആലപിച്ചു. അവൾ ധരിച്ചിരുന്ന വിശേഷ വസ്ത്രങ്ങൾ മാറ്റി പ്രായശ്ചിത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു. അവളുടെ തലമുടി വെട്ടിമാറ്റി ഒരു ചരട് അരയിൽ കെട്ടി. തൽക്കാലം അവൾ ബെനഡിക്റ്റൻ മഠത്തിൽ താമസിച്ചു. വീട്ടുകാർ അന്വേഷിച്ച് അവിടെ എത്തി. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ തുനിഞ്ഞെങ്കിലും അവളുടെ മുടി മുറിച്ചു മാറ്റിയതുകണ്ട് അവർ മടങ്ങിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞ് അവളുടെ സഹോദരി ആഗ്നസും ക്ലാരയോടുകൂടെ ചേർന്നു. വീട്ടിൽ വലിയ പ്രശ്നമുണ്ടായെങ്കിലും അതൊന്നും ആ സഹോദരിമാരെ ബാധിച്ചില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ അമ്മയും മറ്റു കുറെ സ്ത്രീകളും ഇവരോടൊപ്പം മഠത്തിൽ ചേർന്നു. ഇങ്ങനെയാണ് ക്ലാര സഭയുണ്ടായത്. സഭയ്ക്കുണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും മറ്റക്രമങ്ങളെയും പ്രാർത്ഥനയിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും ക്ലാര നേരിട്ട് വിജയം വരിച്ചിരുന്നു. ക്ലാരയുടെ 26-ാം വയസ്സിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ ലോകവാസത്തിൽ നിന്നും നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അതിന് 1 വർഷം മുൻപ് ക്ലാര രോഗിയായി. പിന്നീട് 27 വർഷക്കാലം രോഗശയ്യയിൽ കിടക്കേണ്ടി വന്നു. ക്ലാരയുടെ ആകെയുള്ള ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. തന്റെ 59-ാം വയസ്സിൽ 3 സന്യാസിമാർ വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ ചരിത്രം വായിച്ചു. തത്സമയം ദാരിദ്ര്യത്തിന്റെ മൂർത്തീകരണമായ വിശുദ്ധ ഫ്രാൻസിസിന്റെ ചെറുപുഷ്പം മടർന്നു വീണ് നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. 1255 അലക്സാണ്ടർ 4-ാമൻ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്കും പിന്നീട് പിയൂസ് 12-ാമൻ മാർപ്പാപ്പ വിശുദ്ധ ക്ലാരയെ ടെലിവിഷന്റെ മധ്യസ്ഥയായും പ്രഖ്യാപിച്ചു. ഉപവിയുടെയും ദാരിദ്ര്യത്തിന്റെയും സഹനത്തിന്റെയും മാതൃകയായ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മേ ക്ലാരേ പുണ്യവതി, ഫ്രാൻസിസിന്റെ അനുയായി, സർവസംഗ പരിത്യാഗി, ക്രിസ്തുവിൻ പ്രിയദാസിനി. അമ്മേ ക്ലാരേ പുണ്യവതി, ഫ്രാൻസിസിന്റെ അനുയായി, സർവസംഗ പരിത്യാഗി, ക്രിസ്തുവിൻ പ്രിയദാസിനി. അമ്മേ ക്ലാരേ കനിയണമേ, നിൻ മക്കൾക്കായി നീ പ്രാർത്ഥിക്കണേ. അമ്മേ ക്ലാരേ കനിയണമേ, നിൻ മക്കൾക്കായി നീ പ്രാർത്ഥിക്കണേ. നിൻ ചുവടുകൾ ചേർന്നു വരുന്ന ഞങ്ങൾ യേശുവിൻ ചാരെ അടുപ്പിക്കണേ. നിൻ ചുവടുകൾ ചേർന്നു വരുന്ന ഞങ്ങൾ യേശുവിൻ ചാരെ അടുപ്പിക്കണേ. അമ്മേ ക്ലാരേ പുണ്യവതി, ഫ്രാൻസിസിന്റെ അനുയായി,
സർവസംഗ പരിത്യാഗി ക്രിസ്തുവിൻ പ്രിയദാസിനി. ഇരുളു വെടിഞ്ഞു വെളിച്ചമാകാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ എരിയും തിരിയായി മാറി നീ. കന്യക തന്നഭിമാനം നീ. ഇരുളു വെടിഞ്ഞു വെളിച്ചമാകാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ എരിയും തിരിയായി മാറി നീ. കന്യക തന്നഭിമാനം നീ. അമ്മേ ക്ലാരേ പുണ്യവതി, ഫ്രാൻസിസിൻ ധീര അനുയായി, സർവസംഗ പരിത്യാഗി ക്രിസ്തുവിൻ പ്രിയദാസിനി. അമ്മേ ക്ലാരേ കനിയണമേ, നിൻ മക്കൾക്കായി നീ പ്രാർത്ഥിക്കണേ. അമ്മേ ക്ലാരേ കനിയണമേ, നിൻ മക്കൾക്കായി നീ പ്രാർത്ഥിക്കണേ. നിൻ ചുവടുകൾ ചേർന്നു വരുന്ന ഞങ്ങൾ യേശുവിൻ ചാരെ അടുപ്പിക്കണേ. നിൻ ചുവടുകൾ ചേർന്നു വരുന്ന ഞങ്ങൾ യേശുവിൻ ചാരെ അടുപ്പിക്കണേ.